60 വയസ്സിലും ചർമ്മത്തിന് ഒരു പ്രശ്നവുമില്ലാതെ ചർമ്മം നല്ല ക്ലീൻ ആയിട്ടും ഗ്ലോ ആയിട്ടും നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്താൽ മതി. നിങ്ങളുടെ ചർമ്മം എത്ര ഏജ് ആയാലും ഒരു പാടോ ഒന്നുമില്ലാതെ നിൽക്കുന്നതായിരിക്കും. ഇപ്പം നിങ്ങളുടെ ചർമ്മത്തിന് നിറക്കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് എത്ര നാൾ ചെന്നാലും നിങ്ങളുടെ ചർമ്മത്തിന് ഒരു പ്രശ്നവും വരാതെയും നിറം കുറയാതെയും നിങ്ങളുടെ ചർമ്മം നല്ല ഗ്ലോ ആയിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളുടെ ചർമ്മം നല്ല പോലെ നിറം വെക്കുന്നതാണ്. ഇതേപോലെ തിളങ്ങുന്ന ഗ്ലാസ് സ്കിൻ നിങ്ങൾക്കും നേടിയെടുക്കാൻ സാധിക്കും. ഇത് വെറുതെ പറയല്ല, നിങ്ങൾ കുറച്ച് ദിവസം ഈ കാര്യം ചെയ്താൽ മതി. എന്താണെന്നുള്ളത് പറയാം കേട്ടോ. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. തലമുറകളായി കൈമാറി വന്ന ഒരു സ്കിൻ കെയർ ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. എൻ്റെ അമ്മയുടെ ചർമ്മത്തിന്റെ രഹസ്യം. 60 വയസ്സിലും അമ്മയുടെ ചർമ്മം ക്ലീൻ ആയിട്ടും നല്ല ഗ്ലോ ആയിട്ടും ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു രഹസ്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനെന്തൊക്കെ വേണം എന്നുള്ളത് പറയാം. പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് പൊട്ടറ്റോ വേണം. ഇത്രയും മതി, പകുതി മതി നമുക്ക് പൊട്ടറ്റോ. ഇതിനകത്ത് വെച്ച് ഇതാക്കി എടുക്കട്ടെ. പൊട്ടറ്റോ നമ്മുടെ ചർമ്മത്തിനെ പിഗ്മെന്റേഷൻ കുറയ്ക്കാനും റിങ്കിൾസ് ഇല്ലാതാക്കാനും ടാൻ റിമൂവ് ആക്കാനും ഓപ്പൺ പോഴ്സ് മാറ്റാനും കൂടാതെ തന്നെ പിമ്പിൾസിന്റെ കലകളെയൊക്കെ ഇല്ലാതാക്കാനും നമ്മുടെ പൊട്ടറ്റോയ്ക്ക് സാധിക്കുന്നതാണ്. പൊട്ടറ്റോ ജ്യൂസ് വളരെ നിസ്സാരക്കാരനായിട്ട് നമ്മൾ കാണരുത്. ഈ ഒരു പൊട്ടറ്റോ ജ്യൂസ് ചേർത്ത് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും സ്കിൻ നല്ല പോലെ ഒരു മാറ്റം നൽകാനായിട്ട് സാധിക്കും. ഈ ഒരു ക്രീം ഞാൻ എൻ്റെ മമ്മയൊക്കെ വർഷങ്ങൾ കൊണ്ട് ഉപയോഗിക്കുന്നതാണ്. അവരുടെയൊക്കെ സ്കിന്നിൻ്റെ ഒരു ചേഞ്ചസ് എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിയതാണ്. ഇന്നും അവരുടെ ചർമ്മം എന്തുമാത്രം തിളക്കത്തോടുകൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ ഒരു സീക്രട്ട്. കാരണം അവർക്ക് ക്യാമറയുടെ മുന്നിൽ വന്ന് അവരെ കാണിക്കാൻ അവർക്ക് ആഗ്രഹിക്കാത്തത് കൊണ്ട് ഞാൻ അവരുപയോഗിക്കുന്ന ഞാനും അവരിൽ നിന്ന് പകർന്നു വന്ന ആ ഒരു സീക്രട്ട് ഞാനും എൻ്റെ സ്കിന്നിന് ചെയ്യുന്നത് കൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ നീര് എടുക്കാം. ഇതെന്തായാലും ഒരു സൈഡിലേക്ക് മാറ്റട്ടെ. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ പാത്രം എടുക്കാം. അതിലേക്ക് നമ്മുടെ പൊട്ടറ്റോയുടെ ജ്യൂസ് എടുക്കാം. നമ്മൾ അരിപ്പൊന്നും വേണ്ട, നമ്മളെ കൈകൾ കൊണ്ട് തന്നെ ഇങ്ങനെ പിഴിഞ്ഞ് ഇങ്ങനെ എടുത്താൽ മതി. ഓക്കെ, ഞാനങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണ് പൊട്ടറ്റോയുടെ ജ്യൂസ്. ഇതിൽ നിന്ന് നമുക്കൊരു 1.5-2 ടേബിൾ സ്പൂണോളം നമുക്ക് കിട്ടും. ചില പൊട്ടാറ്റോയിൽ നമ്മളിപ്പോൾ എടുത്ത അളവിനനുസരിച്ചാണെങ്കിൽ ഒരു പകുതി മുറിയ ഒരു ഹാഫ് പീസ് ആണെങ്കിൽ ചിലപ്പം കൂടുതലായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ചില പൊട്ടാറ്റോയുടെ ഇതനുസരിച്ച് ഇപ്പം എനിക്ക് കിട്ടിയതിനകത്തുനിന്ന് മാക്സിമം എല്ലാം കൂടി കണക്ക് കൂട്ടി പറയുകയാണെങ്കിൽ 2 തികച്ച് എനിക്ക് പൊട്ടാറ്റോ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പൊട്ടാറ്റോ ജ്യൂസ് നമ്മുടെ സ്കിന്നിന് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഏതൊരു ഏജുകാർക്കാണെങ്കിലും മുന്നോട്ട് പോകും തോറും സ്കിന്നിന് മറ്റുള്ള പ്രശ്നങ്ങൾ വരാതെയും സ്കിൻ നല്ലപോലെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനും പൊട്ടറ്റോ ജ്യൂസിന് സാധിക്കുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് അലോവേറ ജെല്ലാണ്. നിങ്ങളുടെ വീട്ടിൽ തന്നെ അലോവേറ ജെൽ ഉണ്ടെങ്കിൽ അത് എടുക്കാം. ഞാനിപ്പം കടയിൽ നിന്ന് മേടിച്ച അലോവേറ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. അത് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 ടേബിൾ സ്പൂണാണ് അലോവേറ ജെല്ല് എടുക്കേണ്ടത്. അലോവേറ ജെല്ല് സ്കിന്നിനെ നല്ലപോലെ ഒരു ബ്രൈറ്റ് ആക്കാനും കൂടാതെ തന്നെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും സ്കിന്നിനുണ്ടാകുന്ന റിങ്കിൾസിനെ തടയാനും ഓപ്പൺ പോഴ്സിനെ തടയാനും ഒക്കെ അലോവേറ ജെല്ലിൽ നിന്ന് സാധിക്കുന്നതാണ്. ഞാനിവിടെ അങ്ങനെ 2 ടേബിൾ സ്പൂൺ അലോവേറ ജെല്ല് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കുക. നമ്മളിത് മിക്സ് ആക്കുന്നതിനനുസരിച്ച് ഈ ഒരു ക്രീം തിക്കായിട്ട് മാറും. ഓക്കെ, എന്തായാലും ഞാനിതൊന്ന് മിക്സ് ആക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ലിക്വിഡ് വെള്ളം പോലെ ഇരുന്നത് കട്ടിയായിട്ട് മാറുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ ചർമ്മത്തിൻ്റെ വിറ്റാമിൻ ഇ കുറവുണ്ടെങ്കിൽ അതിനെ ഒരു പരിഹാരം കണ്ടെത്തുന്നതിനും വിറ്റാമിൻ ഇയിൽ നിന്ന് സാധിക്കും. ഇപ്പോൾ ചില ആൾക്കാരിൽ ടാനും പിഗ്മെൻറ്റേഷനും കൂടാതെ തന്നെ റിങ്കിൾസും കൂടാതെ തന്നെ പലരെ അലട്ടുന്ന പ്രശ്നമാണ് ചെറിയ ചെറിയ പുള്ളികൾ പോലെയുള്ള മുഖത്ത് വരുന്നത്. ചില ആൾക്കാർക്ക് ഏജ് ആവുന്നതിനെക്കാട്ടിലും മുന്നേ തന്നെ ചെറിയ ഞാനിവിടെ പിക്ചർ കൊടുക്കാം, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അതിനെ വരെ തടയാനും ഓപ്പൺ പോഴ്സിനെ മാറ്റാനും കൂടാതെ തന്നെ റിങ്കിൾസ് ഉണ്ടാവുന്നതിനെ ഒരു പരിമിതി വരെ തടയാനും പലതരം സ്കിൻ പ്രോബ്ലംസിനെ തടയാനും ഇതിൽ നിന്ന് സാധിക്കും.
ഇതിൽ അടങ്ങിയിരിക്കുന്ന പല കണ്ടന്റുകളും നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ഒരു പരിമിതി വരെയും പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ സാധിക്കും. ഇപ്പോൾ പുറത്ത് പോകുന്ന സമയത്തും സൂര്യപ്രകാശം ഏറ്റിട്ട് ടാനൊക്കെ വരുന്നതിനെയൊക്കെ തടഞ്ഞു നിർത്താനായിട്ട് ഈ ഒരു ക്രീമിൽ നിന്ന് സാധിക്കും. ഈ ഒരു ക്രീം നമ്മുടെ ഫേസിൽ നൈറ്റിൽ ഉപയോഗിച്ചിട്ട് ഡെയിലി നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് സ്കിന്നിന് ഒരു വലയം തീർത്ത് വെക്കുന്നതായിരിക്കും. എന്തായാലും ഇനി നമുക്ക് ഇതിലേക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളൂടെ മിക്സ് ആക്കി കൊടുക്കുക. ഇത് തിക്കായി മാറിയതുണ്ടോ? ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ. ഇപ്പോൾ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഫേസിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം. കോക്കനട്ട് ഓയിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാം. അതും ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് രണ്ടും മാത്രം മതിയാകും. ഞാനിവിടെ എൻ്റെ സ്കിന്നിന് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ള ഇറിറ്റേഷനോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ യൂസ് ചെയ്യുകയാണ്. ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ്. അതിനുശേഷം ഇത് നല്ലപോലെ മിക്സ് ആക്കുക. മിക്സ് ആക്കുമ്പോഴത്തേക്ക് ഇത് ക്രീം പരുവത്തിലായിട്ട് മാറും. ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് കണ്ടോ, ഇതേ പരുവത്തിൽ ഇത് നമ്മുടെ ഫേസിൻ്റെയും ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. രാത്രിയിൽ ഉറങ്ങിയിട്ട് രാവിലെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകണ്ട, സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകിയാൽ മതിയാകും. അതിനുശേഷം നിങ്ങൾ കണ്ണാടിയിലൊന്ന് ചെന്ന് നോക്ക്. നിങ്ങളുടെ ചർമ്മത്തിൻ്റെ ആ ഒരു തിളക്കം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പം വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലിസറിൻ യൂസ് ചെയ്യാം. ഗ്ലിസറിൻ എല്ലാ ചർമ്മക്കാർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഞാൻ എൻ്റെ കൈകളിലേക്ക് ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഇതുണ്ടോ, അത് സ്കിന്നിലേക്ക് അബ്സർവ് ആയിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. എപ്പോഴും നാച്ചുറൽ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ കെമിക്കലിൻ്റെ പുറകിന് പോയിട്ട് സ്കിൻ ഡാമേജ് ആക്കി മാറ്റാതെ ഇരിക്കുക. ഓക്കെ, ഞാൻ സ്കിന്നിലേക്ക് ഇട്ടിട്ടുണ്ട്. കാണാൻ സാധിക്കുന്നുണ്ട് സ്കിന്നിലേക്ക് നല്ലതുപോലെ ഇറങ്ങി ചെല്ലുന്നുണ്ട്. നല്ലപോലെ അടിപൊളിയായിട്ട് നല്ലൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് സ്കിന്നിലിരിക്കട്ടെ കൈകളിൽ. എൻ്റെ കൈകളിൽ ലൈവ് ചേഞ്ചസ് കാണിക്കുന്നതിന് വേണ്ടിയാണ്. എന്തായാലും 10 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. സ്കിന്ന് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് അതുപോലെ ഗ്ലോ ആയിട്ട് ഇരിപ്പുണ്ട്. ഞാൻ തുടച്ചുകൂടെ നിങ്ങളെ കാണിക്കാം. കണ്ടോ, അടിപൊളി. ഇതുണ്ടോ, സ്കിന്നിൻ്റെ ഒരു ചേഞ്ചസ് കണ്ടോ, അടിപൊളി സോഫ്റ്റ് ആയിട്ട് നല്ലപോലെ ബ്രൈറ്റും ആയിട്ടുണ്ട്. അടിപൊളിയാണ് ഈ ഒരു ക്രീം. നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാം, അതല്ലെങ്കിൽ ഒരു ടിന്നിനകത്ത് ഇട്ട് സൂക്ഷിക്കാം. ഞാൻ ഇങ്ങനെ വെക്കുവാണ് കേട്ടോ. എനിക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഉപയോഗിക്കുന്നതാണ് എനിക്കൊരു കംഫർട്ടബിൾ. ടിന്നിനകത്ത് ഇട്ടിട്ട് വെക്കുവാണെങ്കിൽ ഞാൻ മറന്നു പോകും, എവിടെയെങ്കിലും ഇട്ടിട്ട് അങ്ങ് പോകും, പിന്നെ അത് മറന്നു പോകും. ഫ്രിഡ്ജിലാണെങ്കിൽ എന്തെങ്കിലും സാധനം എടുക്കുന്ന സമയത്ത് ഇത് ഇരിപ്പുണ്ട്, അത് മുഖത്തിടാം എന്നൊരു ചിന്ത വരും. അങ്ങനെയാണ് ഞാൻ ഇടുന്നത്. അല്ലാതെ ഞാൻ ഇങ്ങനെ പുറത്ത് ടിന്നിനകത്ത് വെച്ചാൽ എപ്പോഴും മറന്നു പോകും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാൻ, നിങ്ങൾ ഉപയോഗിച്ച ഏതെങ്കിലും ക്രീമിൻ്റെ ടിന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇട്ട് വെക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. എന്തായാലും ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം, അടിപൊളിയാണ് കേട്ടോ. കണ്ടല്ലോ, മാറ്റം കണ്ടല്ലോ. തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്ക്. നിങ്ങളുടെ ചർമ്മത്തിൻ്റെ മാറ്റം കണ്ട് നിങ്ങൾ ഞെട്ടും. വെറുതെ പറയുന്ന കാര്യമല്ല, ലൈവായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ കാണിച്ചല്ലോ. ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്തിട്ട് വന്നിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് പറയണേ കേട്ടോ. ഇന്നത്തെ വീഡിയോയുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുതേ കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തേക്കണേ കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. നിങ്ങൾ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.